29ാമത് രാജ്യാന്തര ചലച്ചിത്രമേള പ്രതിദിന അവലോകനം. കേരളത്തിന്റെ 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേള 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അന്തർദേശീയ മത്സര വിഭാഗത്തിലെ 14 ചിത്രങ്ങളുടെയും ആദ്യ പ്രദർശനം പൂർത്തിയായി കഴിഞ്ഞു. മത്സര വിഭാഗം സിനിമകൾക്ക് 3 വീതം പ്രദർശനങ്ങളാണ് മേളയിലുള്ളത്. 10 രാജ്യാന്തര ചിത്രങ്ങളും 2 വീതം ഇന്ത്യൻ മലയാളം സിനിമകളും ആദ്യ പ്രദർശനം പൂർത്തിയാക്കിയതോടെ മത്സര വിഭാഗം സിനിമകളെപ്പറ്റിയുള്ള പ്രേക്ഷക പ്രതികരണവും സജീവമായി. Hello, my name is Mihir Rathor. I have just watched The East of Woods and the movie is good. The narrative is unusual. Some people didn't like it. In an interview, Shabana Azmi said that we should celebrate movies like Ragas, at least the film enthusiasts. So this movie, I felt like that. The narrative was not continuity. It was just flowing and we were feeling like that, like the Ragas. I just liked that movie. ലോക സിനിമാ വിഭാഗത്തിലെ ലൂക്ക ഗ്വാഡഗ്നിനോയുടെ ക്യൂയിർ, മത്സര വിഭാഗത്തിലെ സ്പാനിഷ് ചിത്രം മെമ്മറീസ് ഓഫ് എ ബേണിംഗ് ബോഡി, ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ ഭാഗ്ജാൻ ഫീൽഡിൽ 2020 നടന്ന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഭാഗ്ജാൻ, ജയൻ ചെറിയാന്റെ റിഥം ഓഫ് ദമം, കലഡോസ്കോപ്പ് വിഭാഗത്തിൽ അഫ്രാത്ത് വി കെ സംവിധാനം ചെയ്ത റിപ്റ്റൈഡ്, ഫാസിൽ മുഹമ്മദിന്റെ ഫെമിനിച്ചി ഫാത്തിമ തുടങ്ങിയ സിനിമകൾ 3ാം ദിനത്തിൽ പ്രേക്ഷകരുടെ മനം കീഴടക്കിയവയാണ്. ഏതാണ്ട് 10 വർഷങ്ങളുടെ അന്വേഷണവും കൂട്ടായ പരിശ്രമവും ഒക്കെ ശേഷമാണ് ഈ ഫിലിം ഉണ്ടായത്. സംവിധായകൻ ജയൻ ചെറിയാൻ. ഇത് ട്രാൻസ് ഇന്ത്യൻ ഓഷ്യൻ സ്ലേവ് ട്രേഡിനെ കുറിച്ച് നേരത്തെ മുതൽ ഞാൻ പഠിച്ചിരുന്ന കാലം മുതലേ അന്വേഷിക്കുന്നതാണ്. അങ്ങനെയാണ് അവിടെ എത്തപ്പെടുന്നത്. പക്ഷേ ഈ സിനിമ ഉണ്ടായത് സിദ്ധി കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. ആ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് എന്ന് പറയാവുന്ന മോഹൻ സിദ്ധിയും പ്രശാന്ത് സിദ്ധിയും ഒക്കെ ഉണ്ട്. പിന്നെ ഈ മ്യൂസിക് പ്രത്യേകം ഉണ്ടാക്കുന്നതല്ല, ഈ മ്യൂസിക്കിൽ അവർ ജീവിക്കുന്നതാണ്. അടിമുടി സിദ്ധി പീപ്പിൾ ആർ വെരി മച്ച് ടാലന്റഡ് ആൻഡ് ദർ മ്യൂസിഷ്യൻസ്, ദർ ആക്ടേഴ്സ്, ദർ നാച്ചുറൽ ഡാൻസേഴ്സ്. എഴുത്തുകാരിയും ഗവേഷകയുമായ ജെ ദേവിക. ജയൻ ചെറിയാൻ അവതരിപ്പിച്ച റിഥം ഓഫ് ദമം എന്ന സിനിമയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ഇത് വളരെ അപൂർവമായൊരു സിനിമയാണ്. നമ്മൾ സാധാരണ സിനിമ എന്ന് പറയുമ്പോൾ അതിൽ ഒരു തുടക്കവും അവസാനവും ഒരു കഥയും ആ കഥയുടെ പരിസമാപ്തിയും ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് അങ്ങനെയല്ല. ഈ സിനിമ ശരിക്കും ഉത്തര കന്നഡ പ്രദേശത്ത് ജീവിക്കുന്ന സിദ്ധി എന്ന ജനവിഭാഗം അവരെ തന്നെ സ്വയം അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. അവരുടെ ഭൂതകാലം, അവരുടെ പലതരത്തിലുള്ള പോരാട്ടങ്ങൾ, അവരുടെ സമീപകാല സാംസ്കാരിക പരിശ്രമം, വളരെ കടുത്ത ജാതീയമായ മാറ്റി നിർത്തലുകളെ നേരിടുന്ന ഒരു സമൂഹമാണ് ഇവര്. അപ്പൊ ഇതിലെ സജീവ സാന്നിധ്യം അതിന്റെ ഈ സംഗീതത്തിനാണ്, അവരുടെ തനത് സംഗീതത്തിനാണ്. മലയാള സിനിമ ഇന്ന് വിഭാഗത്തിലും ഇത്തവണ പരീക്ഷണ സിനിമകൾക്ക് ഏറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. 2.5 ലക്ഷം രൂപ മാത്രം നിർമ്മാണ ചെലവിൽ അഭിലാഷ് ബാബു സംവിധാനം ചെയ്ത മാറുന്നു മാറി വരയുന്നു നിശ്വാസങ്ങളിൽ, പൂർണ്ണമായും ഐഫോണിൽ ചിത്രീകരിച്ച ആദിത്യ ബേബിയുടെ കാമദേവൻ നക്ഷത്രം കണ്ടു തുടങ്ങിയ സിനിമകൾ ഇതിന് ഉദാഹരണങ്ങളാണ്. ഞങ്ങൾ ഒരു സംഘം ചെറുപ്പക്കാരായ നാടകക്കാരുടെ പ്രയത്നമാണ് ക്യൂപ്പിഡ്സ് ഓഫ് ദി സ്റ്റാർ. സംവിധായിക ആദിത്യ ബേബി. ഞാൻ കണ്ട ഒരു പത്രവാർത്തയിലെ ആ പത്രവാർത്ത ഇങ്ങനെയായിരുന്നു. അതായത് ഒരു പശുവിനെ ഒരു നാട്ടില് ഒരു മധ്യവയസ്കൻ തെറ്റായ തരത്തിൽ ഉപദ്രവിച്ചു എന്നൊരു പത്രവാർത്ത കണ്ട് അതിൽ നിന്നും എങ്ങനെയാണ് ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ ചെയ്യുമോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടോ എന്നൊരു ചിന്തയിൽ നിന്നുമാണ് ഈ ഒരു കണ്ടന്റ് നമ്മുടെ ടീമിനോട് അവതരിപ്പിക്കാമെന്നൊരു ചിന്തയുണ്ടായി. അങ്ങനെ ഈ ഒരു കണ്ടന്റ് ടീമിന് മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അവരും സമാനമായ ഒരുപാട് ഇൻസിഡൻസും ഒരുപാട് വാർത്തകളും ചർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ആ ഒരു ചർച്ചയിൽ നിന്നുമാണ് ഇതിന്റെ ഒരു കഥയുടെ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ആശയം രൂപപ്പെടുന്നത്. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ, നിർമ്മാണ ചെലവിന്റെ അപര്യാപ്തതകൾ തുടങ്ങി ചലച്ചിത്ര നിർമ്മാണത്തിന്റെ വിവിധ വശങ്ങളെപ്പറ്റിയുള്ള സംവാദവേദിയായി മാറി 3ാം ദിനത്തിൽ നടന്ന മീറ്റ് ദ ഡയറക്ടർ പരിപാടി. മലയാള സിനിമയായ മുഖക്കണ്ണാടിയുടെ സംവിധായകർ സതീഷ് ബാബുസേനൻ, സന്തോഷ് ബാബുസേനൻ, അങ്കമ്മാളിന്റെ സംവിധായകൻ വിപിൻ രാധാകൃഷ്ണൻ, ഷീർകോവ ഇൻലൈസ് വി ട്രസ്റ്റിന്റെ സംവിധായകൻ ഇഷാൻ ശുക്ല, വാട്ട് ടു സീ സോംബിയുടെ സംവിധായകൻ സിറിൽ എബ്രഹാം ഡെനിസ്, ബോഡിയുടെ സംവിധായകൻ അഭിജിത്ത് മജുംദാർ, നിർമ്മാതാവും സൗണ്ട് ഡിസൈനറുമായ അമല പോപ്പുരി, ദ ഷെയിംലെസ്സിലെ അഭിനേത്രി
ഒമാര ഷെട്ടി തുടങ്ങി മേളയിൽ ഇന്നലെ പ്രദർശിപ്പിച്ച ചിത്രങ്ങളുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവർ പ്രേക്ഷകരോട് നേരിട്ട് സംവദിക്കാനെത്തി. പരിപാടിയിൽ മീര സാഹിബ് മോഡറേറ്ററായി. ഒരു കുറച്ച് ഡിഫിക്കൽട്ട് ഫിലിമാണിത്, കാരണം ഇതൊരു ഇൻ്റലക്ച്വൽ എക്സ്പ്ലോറേഷനാണ്. മുഖക്കണ്ണാടി എന്ന് ഉദ്ദേശിക്കുന്നത് മുഖക്കണ്ണാടിയുടെ സംവിധായകരിൽ ഒരാളായ സതീഷ് ബാബുസേനൻ. സ്വന്തം മുഖം നോക്കി മനസ്സിലാക്കുക, സ്വയം തിരിച്ചറിയലുണ്ടാകുക. അത് ഞങ്ങളുടെ മാത്രമല്ല, എല്ലാ മനുഷ്യനും വേണമെങ്കിൽ അത് റിലേറ്റ് ചെയ്യാം. അവനവൻ്റെ ഒരു സെൽഫ് അപ്രൈസലിനുള്ള ഒരു മീഡിയമായിട്ടാണ് ഞങ്ങൾ ഈ ഫിലിമിനെ കാണുന്നത്. അപ്പം ഈ ഫിലിം ഞങ്ങളുടെ 10th ഫിലിമാണ്. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടർ അത് ആ ആളിൻ്റെ 10ാമത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ഭാവിക്കുമ്പോൾ അതിന് മുമ്പ് ചെയ്ത 9 സിനിമകളെക്കുറിച്ചും ആലോചിക്കുകയും ഒക്കെയാണ്. സമീപകാലത്ത് നിർമ്മിക്കപ്പെട്ടവയല്ലാത്ത കുറേ സിനിമകൾ പുതിയ തലമുറയിലെ പ്രേക്ഷകരെ ഉൾപ്പെടെ ആകർഷിച്ചുകൊണ്ട് മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. IFFKയുടെ ഈ വർഷത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ ആൻ ഹുയി 2011 സംവിധാനം ചെയ്ത എ സിമ്പിൾ ലൈഫ് ഇത്തരത്തിൽ ഇന്നലെ പുതിയ തലമുറയിലെ പ്രേക്ഷകരെ ആകർഷിച്ച സിനിമകളിൽ ഒന്നായിരുന്നു. ഇന്നലെ നടന്ന ഇൻ കോൺവെർസേഷൻ വിത്തിലും ആൻ ഹുയി അതിഥിയായി. എൻ്റെ പേര് പാർവതി. ഞാനൊരു BTech ഗ്രാജുവേറ്റ് ആണ്. 3rd ഇയർ IFFK ആണ്. ഇന്നലെ തന്നെ 4 പടം കണ്ടു. ഇന്ന് നമ്മൾ കണ്ടത് സിമ്പിൾ ലൈഫ് എന്നുള്ള പടമായിരുന്നു. ഈ പടത്തിൽ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഒരാളൊരു വാർദ്ധക്യത്തിൽ കൂടെ പോകുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ, ഓരോ പടവും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. പഴയകാല സിനിമകളുടെ പ്രിന്റുകൾ നവീകരിച്ചെടുത്ത വിവിധ ഭാഷകളിൽ നിന്നുള്ള കുറേയേറെ സിനിമകളും ഇത്തവണ മേളയിലുണ്ട്. മലയാളത്തിൽ നിന്ന് TV ചന്ദ്രൻ സംവിധാനം ചെയ്ത് 1995 പുറത്തിറങ്ങിയ ഓർമ്മകൾ ഉണ്ടായിരിക്കണം റീസ്റ്റോർഡ് ക്ലാസിക് വിഭാഗത്തിൽ ഇന്നലെ പ്രദർശിപ്പിച്ചു. ഈ സിനിമ ഇന്നിപ്പോൾ കണ്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് 29 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ട്. സംവിധായകൻ TV ചന്ദ്രൻ. അന്നത്തെ ഇഷ്യൂസിന് പോലും സാങ്കത്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെത്തി. നമ്മളുടെ ഹോപ്സിനെ പോലും പിടിക്കപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഒരു സുഖകരമായൊരു അനുഭവമായിട്ട് ഈ വ്യൂയിങ്ങിനെ എനിക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഇന്ത്യയിൽ അല്ല 29 കൊല്ലം മുമ്പ് നമ്മൾ ജീവിച്ചിരുന്നത്. ലോക സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിലൊന്നായ അക്കിര കുറസോവയുടെ ജാപ്പനീസ് ചിത്രമായ 7 സമുറായി റീസ്റ്റോർഡ് ക്ലാസിക് വിഭാഗത്തിൽ ഇന്ന് രാത്രി കൈരളി തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ക്രിസ്റ്റൽ ബെയർ പുരസ്കാരം നേടിയ യങ് ഹാർട്സ്, ഷാങ്ഹായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ദി ഡിവോഴ്സ്, കാൻ ചലച്ചിത്രമേളയിൽ അടക്കം പ്രദർശിപ്പിച്ച വിയറ്റ് ആൻഡ് നാം, ലാറ്റിൻ അമേരിക്കൻ വിഭാഗത്തിൽ ദ ലോങ്സ്റ്റ് സമ്മർ, ദ ഫ്രഷ്ലി കട്ട് ഗ്രാസ്, മധു അമ്പാട്ട് റെട്രോസ്പെക്റ്റീവിൽ ആൻഡ് ഓഡ് ടു ലോസ്റ്റ് ലവ്, ഫീമെയിൽ ഗെയ്സ് വിഭാഗത്തിൽ ഹോളി കൗ, സീമ സോങ്, കണ്ടംപററി ഫിലിം മേക്കർ ഇൻ ഫോക്കസ് വിഭാഗത്തിൽ ഹോങ് സാങ് സൂവിന്റെ ഹഹഹ, സെലിബ്രേറ്റിംഗ് ഷബാന ആസ്മി വിഭാഗത്തിൽ ഖണ്ടാർ തുടങ്ങി 16 സിനിമകളുടെ IFFKയിലെ ആദ്യ പ്രദർശനം ഇന്ന് നടക്കും. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ഇറാനിയൻ ചിത്രം മീ മറിയം, ദ ചിൽഡ്രൻ ആൻഡ് ദ 26 അതേഴ്സ്, ആൻ ഹ്യൂയിയുടെ ബോട്ട് പീപ്പിൾ, ദ പോസ്റ്റ് മോഡേൺ ലൈഫ് ഓഫ് മൈ ഓൺ, ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ ഷോൺ ബേക്കറിന്റെ അനോറ, മിഗേൽ ഗോമസിന്റെ ഗ്രാൻഡ് ടൂർ തുടങ്ങിയവയുടെ തുടർ പ്രദർശനവും ഇന്നുണ്ട്. അപ്പുറം, മുഖക്കണ്ണാടി, വിക്ടോറിയ, കിഷ്കിന്ധാകാന്ഡം, വെളിച്ചം തേടി, സൗദി വെള്ളയ്ക്ക എന്നിവയാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്ന മലയാളം സിനിമകൾ. ഈ വർഷത്തെ അരവിന്ദൻ സ്മാരക പ്രഭാഷണം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:30 നിള തിയേറ്ററിൽ നടക്കും. ഫ്രഞ്ച് സംഗീത സംവിധായികയും നിർമ്മാതാവുമായ ബിയാട്രീസ് തിരിയറ്റാണ് ഈ വർഷത്തെ അരവിന്ദൻ സ്മാരക പ്രഭാഷണം നടത്തുന്നത്. മലയാള ചലച്ചിത്ര ലോകത്തിന് ഒട്ടേറെ ശക്തമായ കഥാപാത്രങ്ങളെ സമ്മാനിച്ച മുൻനിര നടിമാരെ ചലച്ചിത്രമേളയുടെ ഭാഗമായി മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ ഇന്നലെ ആദരിച്ചു. അവർ അഭിനയിച്ച സിനിമകളുടെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി തിരുവനന്തപുരം മ്യൂസിക് ഫ്രട്ടേണിറ്റിയുടെ നേതൃത്വത്തിൽ മറക്കില്ലൊരിക്കലും എന്ന സംഗീത പരിപാടിയും ഇന്നലെ അരങ്ങേറി. IFFKയ്ക്ക് വരുന്ന 14,000-ഓളം വരുന്ന ഡെലിഗേറ്റുകളെയും മറ്റുള്ളവരെയും നിയന്ത്രിക്കാനും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാനും തിയേറ്റർ മാനേജ്മെന്റിനും മറ്റുമായി 500-ൽ പരം വോളണ്ടിയർമാരാണ് സദാസന്നദ്ധരായി മേളയുടെ വേദികളിൽ പ്രവർത്തിക്കുന്നത്. 8 വർഷമായി വോളണ്ടിയറായി പ്രവർത്തിക്കുന്ന പ്രീജ ആകാശവാണിയോട്. ഞാൻ ആദ്യമായിട്ട് വന്നത് ഒരു ഫ്രണ്ട് വഴിയാണ്. അന്നൊന്നും പക്ഷേ IFFK ഇത്രയും ഡെവലപ്ഡ് ആയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും IFFK ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആവുന്നുണ്ട്. കുറെ പുതിയ കാര്യങ്ങൾ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഡെലിഗേറ്റ്സിനായിരുന്നാലും ബാക്കിയുള്ള ആളുകൾക്കായിരുന്നാലും എല്ലാവർക്കും ഒരു ഈക്വൽ കൺസിഡറേഷൻ കൊടുത്ത് മാക്സിമം ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപൂർവതകളുടെയും പതിവുകളുടെയും സംഗമഭൂമിയാണ് എന്നും കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം. ലോക സിനിമകൾക്കൊപ്പം വ്യത്യസ്തതകളുടെ കാഴ്ചകളും സാന്നിധ്യവും ഒരുക്കിക്കൊണ്ട് ചലച്ചിത്രമേളയുടെ ആവേശം ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്.
നിങ്ങൾ കേട്ടത് 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേള പ്രതിദിനാവലോകനം.